ആകാശവാണി. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനം കടക്കെണിയിലല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം കേരളത്തിന് കുറവാണെന്നും മുഖ്യമന്ത്രി. ശബരിമലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തെ ഓരോ കോണിലും വികസനമെത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വടക്കുകിഴക്കൻ മേഖലയെ അവസരങ്ങളുടെ നാടായി ഉയർത്തിക്കാട്ടുന്നതിനും ആഗോള ആഭ്യന്തര നിക്ഷേപം ആകർഷിക്കുന്നതിനുമാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. 2 ദിവസത്തെ ഉച്ചകോടിയിൽ മന്ത്രിതല സെഷനുകൾ, നിക്ഷേപ പ്രോത്സാഹനം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് പുറത്തുവരുന്ന പ്രചരണങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനം കടക്കെണിയിലല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കടക്കെണി, ആഭ്യന്തര വളർച്ച, വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ കേരളത്തെക്കുറിച്ച് പുറത്തുവരുന്നുണ്ട്. RBIയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 2 വർഷത്തെ കേരളത്തിന്റെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കുറവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം പല സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കൂടിയ അനുപാതത്തിൽ നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ 22-23 35.38%. 23-24 34.2%. ഇനിയും നല്ല തോതിലുള്ള കുറവ് വരാനാണ് പോകുന്നത്. അപ്പോൾ കടവും ആഭ്യന്തര വരുമാനവും സംസ്ഥാനങ്ങൾക്കിടയിലെടുത്താൽ നമ്മളതല്ല ഏറ്റവും ഉയർന്നത്. പക്ഷേ അത്തരമൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിച്ച വ്യക്തികൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ച് 2 ആനകളും ഗർഭിണിയായ മാനും ചത്തതായി പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മാലിന്യം ഭക്ഷിക്കാൻ ആനകൾ ഉൾപ്പെടെ കൂട്ടമായി വരുന്ന സാഹചര്യമുണ്ടെന്നും ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനതല സമാപന സമ്മേളനം വൈകുന്നേരം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കനകക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയും ഇന്ന് സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കഴിഞ്ഞ മാസം 21-ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച വാർഷികാഘോഷങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നത്. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന സമാപന ചടങ്ങിൽ മറ്റു മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും ചടങ്ങിൽ നടക്കും. 14 ജില്ലകളിലും ഇതിന്റെ ഭാഗമായി പ്രദർശന വിപണനമേളയും ജില്ലാതല യോഗങ്ങളും കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലാ മേഖലാതല യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വകുപ്പുകൾ സംഘടിപ്പിച്ച യോഗങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു. വിവിധ മേഖലകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട നിരവധി പ്രമുഖ വ്യക്തികൾ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. വാർഷികാഘോഷങ്ങളിൽ എന്റെ കേരളം പ്രദർശന വിപണനമേളയായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയിൽ വിവിധ പുരസ്കാരം നേടിയ സ്റ്റാളുകൾക്കും അച്ചടി, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരം മന്ത്രി വീണ ജോർജ് സമ്മാനിച്ചു. ശ്രവ്യമാധ്യമത്തിനുള്ള പുരസ്കാരം ആകാശവാണിക്ക് ലഭിച്ചു. ED ഉദ്യോഗസ്ഥനെ പ്രതിയാക്കി വിജിലൻസ് സമർപ്പിച്ച കൈക്കൂലി കേസിൽ ആരോപണം നേരിടുന്ന ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ പരാതിയിലാണ് തനിക്കെതിരായ കേസ് എടുത്തിരിക്കുന്നതെന്ന് ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. വിജിലൻസ് പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെയാണെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും ജാമ്യാപേക്ഷയിൽ ശേഖർ കുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റിയുള്ള പ്രത്യേക പരിപാടി ദൂരദർശനിൽ നാളെ സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുല്യതയിലൂന്നിയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയെന്ന് ചൂണ്ടിക്കാട്ടി റാപ്പർ വേടനെതിരെ പരാതി. പാലക്കാട് നഗരസഭയിലെ BJP കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കുട്ടിയുടെ അമ്മയെ തെളിവെടുപ്പിനായി ആദ്യം കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് പറയപ്പെടുന്ന മൂഴിക്കുളം പാലത്തിലെത്തിക്കും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും എലൈറ്റ് സ്കീം നടപ്പാക്കുമെന്ന് കായിക യുവജനകാര്യ വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ കായിക താരങ്ങൾക്കും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളും ഖേലോ ഇന്ത്യ സെന്റർ ഫോർ എക്സലൻസ് സ്കീമിന്റെ കീഴിലുള്ള പരിശീലന സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മുൻപ് കായിക വിദ്യാലയങ്ങൾ മാത്രമാണ് എലൈറ്റ് സ്കീം പരിധിയിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ തീരദേശ റെയിൽപാതയിൽ റെയിൽവേ ഗേറ്റുകൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് നീങ്ങുന്നു. സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗേറ്റുകളാണ് പ്രവർത്തനം തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. തീരദേശ റെയിൽവേ പാതയിൽ തുറവൂരിൽ ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് സംവിധാനം ആദ്യം നടപ്പാക്കിയതാണ്. ഇപ്പോൾ പുതുതായി അമ്പലപ്പുഴ ഹരിപ്പാട് റീച്ചിൽ ആയാപ്പറമ്പ്, കരുവാറ്റ, ഊട്ടുപുറമ്പ്, തകഴി എന്നീ റെയിൽവേ ഗേറ്റുകളിലാണ് സംവിധാനം നടപ്പാക്കിയത്. ആനാരിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നും തീവണ്ടി കടന്നുവരുന്ന നിർദ്ദേശം കിട്ടിയാൽ റെയിൽവേ ഗേറ്റിൽ നിന്നും യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങും. പിന്നീട് ഗേറ്റ്മാൻ ഓട്ടോമാറ്റിക് സംവിധാനത്തിലെ ബട്ടൺ അമർത്തുമ്പോൾ ഗേറ്റ് അടയും. ഓട്ടോമാറ്റിക് ആയാലും ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രവർത്തനം തകരാറിലാവുകയാണെങ്കിൽ ഗേറ്റ് പഴയ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും പറ്റും. സംസ്ഥാനത്ത് 2025-26 അധ്യയന വർഷത്തെ +1 സ്പോർട്സ് കോട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് കോട്ടയ്ക്ക് പരിഗണിക്കുക. വിദ്യാഭ്യാസ വകുപ്പിന്റെ HS CAP ഗേറ്റ് വേ എന്ന ഏകജാലക സംവിധാനത്തിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവനരഹിതരായ പട്ടികവർഗ വിഭാഗക്കാർക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റവും പട്ടികവർഗ വികസന വകുപ്പ് വാങ്ങിയ ഭൂമിയുടെ പട്ടയ വിതരണവും ഇന്ന് വയനാട് മീനങ്ങാടിയിൽ മന്ത്രി OR കേളു നിർവഹിക്കും. MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. സംസ്ഥാനത്ത് കാലവർഷം അടുത്ത 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. നരഭോജി കടുവയെ പിടികൂടാൻ മലപ്പുറം കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് മുകളിൽ മദാരിക്കുണ്ടിൽ പുതിയ കൂട് സ്ഥാപിച്ചു. നിലവിൽ വെച്ച 2 കൂടുകൾക്ക് പുറമെയാണ് പുതിയത് സ്ഥാപിച്ചത്. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിലെ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും രാവിലെയും വൈകിട്ടും ഒറ്റയ്ക്കുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശിച്ചു. മലപ്പുറം തണ്ണിക്കടവ് ജനവാസ മേഖലയിൽ വ്യാപക കൃഷിനാശം വിതച്ച് കാട്ടാനക്കൂട്ടം. സ്വകാര്യ വ്യക്തികളുടെ കൃഷികളാണ് നശിപ്പിച്ചത്. കരിയം മുരിയം വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. 1 മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറഞ്ഞു. വനാതിർത്തിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ കാട്ടാനശല്യം രൂക്ഷം. കുടുംബശ്രീ ചെയർപേഴ്സൺ അമരാവതിയുടെ വീട് ഇന്ന് പുലർച്ചെ കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 876 പോയിന്റ് നേട്ടത്തിൽ 81,828ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 273 പോയിന്റ് ഉയർന്ന് 24,883ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 71,520 രൂപയും ഗ്രാമിന് 8,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനം കടക്കെണിയിലല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം കേരളത്തിന് കുറവാണെന്നും മുഖ്യമന്ത്രി. ശബരിമലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.